എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ബാബിലോണിന്റെ ആളുകൾ ജിൻമാന്റെ വീട് പൂർണ്ണമായി പരിശോധിക്കുന്നതോടെയാണ്. യോങ് ഹാനും ബേലും നേരിട്ട് ഈ ഓപ്പറേഷൻ നിയന്ത്രിക്കുമ്പോൾ അകലെ ഒരു മലമുകളിൽ നിന്ന് സ്നൈപ്പർ റൈഫിളിലൂടെ ജിൻമാൻ ശാന്തമായി ഇതെല്ലാം നിരീക്ഷിക്കുകയാണ്. തന്റെ വീട്ടിലേക്ക് അവർ എങ്ങനെ കടക്കുന്നു, ഓരോ മുറിയും എങ്ങനെ പരിശോധിക്കുന്നു എന്നെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായി കാണാം. ബാബിലോണിന്റെ പ്രത്യേക റോബോട്ടിനായ വീട്ടിലെ ബാത്റൂമിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യപാത കണ്ടെത്തുന്ന നിമിഷം ജിൻമാൻ മുൻകൂട്ടി തയ്യാറാക്കിയ മോഷൻ സെൻസർ പ്രവർത്തിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ഒരു വൻ സ്ഫോടനം ഉണ്ടാവുകയും മുഴുവൻ വീടും തകർന്നു വീഴുകയും ചെയ്യുന്നു. വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങളൊന്നും ബാബിലോണിന് ലഭിക്കാതെ പോവുകയും ജിൻമാന്റെ സുരക്ഷാ പദ്ധതി വിജയിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിന് ശേഷം ജിൻമാനും ജിയാനും തമ്മിൽ ഏറെ നാളുകൾക്ക് ശേഷം ഒരു പ്രധാന സംഭാഷണം നടക്കുന്നു. തന്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും ജിയാനെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും അവളെ ഈ അപകടകരമായ ലോകത്തിൽ ജീവനോടെ നിലനിർത്താൻ മാത്രമാണ് കഠിനമായി പരിശീലിപ്പിച്ചതെന്നും ജിൻമാൻ പറയുന്നു. എന്നാൽ ജിയാന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹമാണ്. നിരന്തരം മരണഭീഷണിയും വെടിവെപ്പും നിറഞ്ഞ ഈ ജീവിതം അവസാനിപ്പിച്ച് ഒരു സാധാരണ മനുഷ്യയായി ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതിനായി ജിൻമാൻ തയ്യാറാക്കിയ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ലിയാറിൻ എന്ന പുതിയ പേരിൽ ജീവിതം തുടങ്ങാൻ അവൾ തീരുമാനിക്കുന്നു. യാത്ര തിരിക്കുന്നതിന് മുൻപ് ബ്രദർ അവൾക്ക് ഒരു ബാഗും അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട പ്രത്യേക ഫോണും പ്രധാന വിവരങ്ങൾ അടങ്ങിയ ഒരു ഫ്ലാഷ് ഡ്രൈവും കൈമാറുന്നു. ഭാവിയിൽ ഇവ അവൾക്ക് ഏറെ സഹായകരമാകുമെന്ന സൂചനയാണ് ഇത്. അപ്പോൾ എവിടെ പോയാലും പിന്നാലെ തന്നെ പണി വരുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം. കഥ പിന്നീട് ഒരു വർഷം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ജിയാൻ ഹാനംദോ എന്ന ചെറിയ ദ്വീപിലാണ് താമസം. അവൾ തന്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ച് വളരെ സാധാരണ ജീവിതം നയിക്കുകയാണ്. ഓരോ ദിവസവും രാവിലെ ഓട്ടത്തിന് പോവുകയും പിന്നീട് ഗ്രാമത്തിലെ മീൻ മാർക്കറ്റിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഗ്രാമത്തിലെ മുതിർന്ന സ്ത്രീകളുമായി അവൾക്ക് നല്ല ബന്ധമാണ്. അവരിൽ ജിയോംഡി എന്ന സ്ത്രീ ജിയാനെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. അവരുടെ പേരക്കുട്ടിയായ വൂജിനും ഇടയ്ക്കിടെ മീൻ മാർക്കറ്റിൽ സഹായിക്കാറുണ്ട്. പുറമെ നോക്കുമ്പോൾ ജിയാന്റെ ജീവിതം വളരെ ശാന്തമാണെന്ന് തോന്നും. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും പഴയ ഓർമ്മകൾ മാഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് സിയോങ് ജോയെ കുറിച്ചുള്ള ഭയാനക സ്വപ്നങ്ങൾ അവളെ എല്ലാ രാത്രിയിലും അലട്ടുന്നു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്ന അവൾക്ക് ഇപ്പോഴും ശത്രുക്കൾ തന്റെ പിന്നാലെയുണ്ടെന്ന ഭയം വിട്ടുമാറിയിട്ടില്ല. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ജിയാൻ നേരത്തെ വീട്ടിലേക്ക് മടങ്ങുന്നു. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ ജിയോമിയെ വൂജിനെ അയക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ ബെൽ പ്രവർത്തിക്കാത്തതിനാൽ അവൻ അവളെ വിളിക്കുന്നുണ്ട്. അതിനിടയിൽ അകത്തുനിന്ന് ജിയാന്റെ നിലവിളി കേൾക്കുകയാണ് അവൻ. അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് കരുതി വൂജിൻ മതിൽ ചാടി വീടിനുള്ളിലേക്ക് കടക്കുന്നു. എന്നാൽ അകത്ത് കയറുന്ന നിമിഷം തന്നെ ജിയാൻ സ്ഥാപിച്ചിരുന്ന സുരക്ഷാ കെണിയിൽ അവൻ കുടുങ്ങുകയാണ്. ഇരുമ്പ് വയർ അവന്റെ കാലിൽ മുറുകെ പിടിച്ച് അവനെ നിലത്തേക്ക് വലിച്ചിടുന്നു. ശബ്ദം കേട്ട് ജിയാൻ ഉടൻ തോക്കുമായി പുറത്തേക്ക് വരുന്നു. ആദ്യം ശത്രുവാണെന്ന് കരുതിയെങ്കിലും അത് വൂജിനാണെന്ന് മനസ്സിലായപ്പോൾ അവൾ ഉടൻ കെണിയഴിച്ച് അവനെ മോചിപ്പിക്കുകയാണ്. മടങ്ങി പോകുമ്പോൾ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് വൂജിൻ ശ്രദ്ധിക്കുന്നു. സാധാരണ ജീവിതം നയിക്കുകയാണെന്ന് പറയുന്ന ജിയാൻ ഇപ്പോഴും ഏത് നിമിഷവും ആക്രമണം നേരിടാൻ തയ്യാറായാണ് ജീവിക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു. അതേസമയം മറ്റൊരിടത്ത് അഭിഭാഷകനായ ജാങ് മിൻ സിയോക് ജിൻമാനെ കാണാൻ ഒരു റെസ്റ്റോറന്റിൽ കാത്തിരിക്കുന്നു. പക്ഷേ ജിൻമാൻ നേരിട്ട് അകത്ത് കയറുന്നില്ല. പകരം ഫോൺ വിളിച്ച് റെസ്റ്റോറന്റിൽ ഇരിക്കുന്നവരിൽ പലരും ബാബിലോണിന്റെ ആളുകളാണെന്നും തനിക്കൊരുക്കിയ കെണിയാണെന്ന് മനസ്സിലായെന്നും പറയുന്നു. കുറച്ചു സമയത്തിന് ശേഷം പാർക്കിംഗ് ഏരിയയിൽ ജിൻമാൻ രഹസ്യമായി അഭിഭാഷകനെ കാണുന്നു. അവിടെ അദ്ദേഹം വളരെ വ്യക്തമായ ഒരു നിബന്ധന മുന്നോട്ട് വെക്കുകയാണ്. ജിയാന്റെയും തന്റെ ചുറ്റുമുള്ളവരുടെയും പേരുകൾ ബാബിലോണിന്റെ നിരീക്ഷണ പട്ടികയിൽ നിന്ന് പൂർണ്ണമായും നീക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ തന്റെ കൈവശമുള്ള സെർവർ തിരികെ നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. അതുവരെ മുർത്തെ ഹെൽപ്പ് എന്ന കൊലയാളികളുടെ നെറ്റ്വർക്ക് പ്രവർത്തനരഹിതമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ബാബിലോണിന്റെ ആസ്ഥാനത്ത് അതിനിടെ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. ഈസ്റ്റ് ഏഷ്യയുടെ പുതിയ ചുമതലയുള്ള കുസനാഗി എത്തി യോങ് ഹാനെ കർശനമായി ശാസിക്കുന്നു. ജിൻമാനെ പിടികൂടാൻ കഴിഞ്ഞില്ലെന്നും അവന്റെ കാരണത്താൽ ബാബിലോണിന് വലിയ നഷ്ടമുണ്ടായെന്നും പറഞ്ഞ് യോങ് ഹാനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ഇനി മുതൽ ജിൻമാനെ പിടികൂടുന്ന ദൗത്യം താൻ നേരിട്ട് ഏറ്റെടുക്കുമെന്ന് കുസനാഗി പ്രഖ്യാപിക്കുകയാണ്. അവളുടെ വരവ് ബാബിലോണിന്റെ അടുത്ത നീക്കങ്ങൾ കൂടുതൽ ക്രൂരമാകുമെന്ന സൂചനയാണ് നൽകുന്നത്.
ഇതിനിടെ വിദേശ തൊഴിലാളികളുടെ കൂട്ടത്തിലെത്തിയ ഒരാൾ രഹസ്യമായി സംഘത്തിൽ നിന്ന് മാറിപ്പോകുന്നു. തന്റെ വാച്ചിൽ 5 മണിക്കൂറിന്റെ ടൈമർ സെറ്റ് ചെയ്ത് അവൻ ഒരു ബൈക്കിൽ യാത്ര തിരിക്കുന്നു. യോങ് ഹാൻ തന്റെ സാധനങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇരുവരും ഒരേ ലിഫ്റ്റിൽ കയറുകയാണ്. പെട്ടെന്ന് ആ അജ്ഞാതൻ യോങ് ഹാനെ ആക്രമിക്കുന്നു. ഇരുവരും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുകയാണ്. യോങ് ഹാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം ആക്രമിയുടെ മുന്നിൽ പരാജയപ്പെടുകയാണ്. അവൻ യോങ് ഹാനെ കൊലപ്പെടുത്തി ശാന്തമായി അവിടെ നിന്ന് നടന്നു പോകുന്നു. പിന്നീട് തൊഴിലാളികളുടെ ബോട്ടിലേക്ക് സമയത്ത് തിരികെ എത്തി കുസനാഗിയെ വിളിച്ച് ജോലി കഴിഞ്ഞു എന്ന് മാത്രം അറിയിക്കുകയാണ്. ഇതിലൂടെ കുസനാഗിയുടെ ഉത്തരവുകൾ എത്ര കൃത്യമായി നടപ്പാക്കപ്പെടുന്നുവെന്ന് വ്യക്തമാകുന്നു. ഇതിനിടെ ജിയാന്റെ ഫോൺ തകരാറിലാകുന്നു. പുതിയ ഫോൺ വാങ്ങാൻ അവൾ മെയിൻലാൻഡിലേക്ക് പോകുന്നു. അവിടെ പാസിനെ ഓർത്ത് ഒരു തായ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ കയറുകയാണ് അവൾ. എന്നാൽ ബസ്സിൽ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരാളെ വീണ്ടും അവിടെ കാണുകയാണ്. അയാൾ തന്നെ പിന്തുടരുകയാണെന്ന് കരുതി ജിയാൻ ഉടൻ പുറത്തേക്കോടി അവനെ ആക്രമിച്ച് ചോദ്യം ചെയ്യുന്നു. എന്നാൽ സത്യം മറ്റൊന്നായിരുന്നു. റെസ്റ്റോറന്റിൽ അവൾ മറന്നുവെച്ച ഫോൺ തിരികെ നൽകാനാണ് അയാൾ വന്നത്. കൂടാതെ ആ റെസ്റ്റോറന്റിന്റെ ഉടമ തന്റെ സുഹൃത്താണെന്നും അവൻ പറയുന്നു. തന്റെ സംശയം തെറ്റായിരുന്നുവെന്ന് മനസ്സിലായെങ്കിലും ജിയാന്റെ മാനസികാവസ്ഥ എത്രത്തോളം തകർന്നിരിക്കുകയാണെന്ന് ഈ രംഗം വ്യക്തമാക്കുന്നു. അയാൾ പോയതിനു പിന്നാലെ വീണ്ടും സിയോങ് ജോയുടെ ഭ്രമരൂപം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും പഴയ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ച് അവളെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങൾക്കിടയിൽ ഹാനം ദോയിലേക്കുള്ള അവസാന ബോട്ട് ജിയാന് നഷ്ടമാകുന്നു. വേറെ വഴിയില്ലാതെ അവൾ വൂജിനെ വിളിക്കുന്നു. അവൻ സ്വന്തം ബോട്ടിലെത്തി അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. യാത്രക്കിടെ വീട്ടിലെ കെണിയെക്കുറിച്ച് ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ജിയാൻ ചോദിക്കുമ്പോൾ അത് അവളുടെ സ്വകാര്യ കാര്യമാണെന്നും താൻ അതിൽ ഇടപെടില്ലെന്നും വൂജിൻ പറയുന്നു. അവന്റെ മറുപടി ജിയാന് ആശ്വാസം നൽകുകയാണ്. എന്നാൽ ആ യാത്രക്കിടയിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. കോസ്റ്റ് ഗാർഡ് പരിശോധനയ്ക്കായി ബോട്ട് തടയുന്നു. വൂജിൻ പെട്ടെന്ന് ഒരു പെട്ടി തുറന്ന് അതിലുള്ള സാധനങ്ങൾ കടലിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങുന്നു. ജിയാൻ അതിശയിച്ചു നോക്കുമ്പോൾ അവ സാധാരണ ചരക്കുകളല്ല, നിരവധി തോക്കുകളാണ്. അതോടെ വൂജിൻ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി അല്ലെന്ന് അവൾ തിരിച്ചറിയുന്നു. അതിനു മുകളിൽ അവന്റെ ഫോണിൽ മുർത്തെ ഹെൽപ്പ് എന്ന പേരിൽ സന്ദേശം വരുന്നത് കണ്ടപ്പോൾ ജിയാൻ പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നു. ഇതുവരെ വിശ്വസിച്ചിരുന്ന വൂജിനും കൊലയാളികളുടെ ലോകവുമായി ബന്ധമുള്ള ആളാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിൽ മറ്റൊരു വലിയ വാർത്ത ജിൻമാനെ തേടിയെത്തുന്നു. ആരോ ജിയാന്റെ തലയ്ക്ക് വലിയൊരു ബൗണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ലോകമെമ്പാടുമുള്ള പ്രൊഫഷണൽ കൊലയാളികൾ ഇനി ജിയാനെ ലക്ഷ്യമാക്കി വേട്ടയാടാൻ തുടങ്ങും. ഒരു വർഷം സമാധാനമായി ജീവിക്കാൻ ശ്രമിച്ച ജിയാന്റെ ജീവിതം വീണ്ടും പഴയ രക്തച്ചൊരിച്ചിലിന്റെയും മരണഭീഷണിയുടെയും ലോകത്തിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ സൂചനയോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.